നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, പുതിയൊരു വിജ്ഞാപനം വരാൻ പോകുന്നു എന്ന സന്തോഷകരമായ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ അറിയുകയുണ്ടായി. KSന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരുമോ? കുറെ നാളുകളായിട്ട് എല്ലാവരും ആശങ്കയോടെ കാത്തിരുന്ന ഒരു വാർത്തയാണ്. KSന്റെ ഒരു വിജ്ഞാപനം 2019 വന്നു. അതിന് എക്സാമും മറ്റ് പ്രൊസീജിയറുകളും എല്ലാം പൂർത്തിയായി. രണ്ടാമത്തെ ഒരു വിജ്ഞാപനത്തിന് വേണ്ടി കുറെ നാളുകളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴതാ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതകൾ വന്നു. ഒരു പത്രവാർത്തയാണ് വന്നത്. KSന്റെ രണ്ടാം ബാച്ച് വരുന്നു, 31 ഒഴിവുകൾ എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് വന്നത്. ഈ ഒരു വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉള്ള രണ്ടാമത്തെ ബാച്ചിലേക്കായിട്ട് 31 പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് PSCക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നമുക്കറിയാം, ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഒന്നാമത്തെ വിജ്ഞാപനം വരികയും അതിന്റെ മറ്റു പ്രൊസീജിയറുകൾ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തത്. അപ്പൊ ഇപ്പോൾ രണ്ടാമതൊരു നോട്ടിഫിക്കേഷനിലൂടെ സാധ്യത വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നിലവിലെ ഒഴിവുകൾ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എണ്ണം കണ്ടെത്താത്തതിനാൽ കേന്ദ്ര സിവിൽ സർവീസിലേക്കുള്ള ഒരു പ്രത്യേക റിസർവേഷൻ പൂൾ ഉണ്ട്. ആ ഡെപ്യൂട്ടേഷൻ റിസർവ് പൂൾ പ്രകാരമായിരിക്കും, അങ്ങനെ ഒരു പൂൾ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും PSCയിലേക്ക് എന്ത് ചെയ്യുക, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് പുതിയൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണ്. അപ്പൊ എന്തായാലും പുതിയൊരു വിജ്ഞാപനത്തിനുള്ള സാധ്യത അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിലേക്ക് എന്താണ്, പരീക്ഷയുണ്ടാവും, അത് പ്രിലിമിനറി മെയിൻസ് എക്സാമിനേഷൻസ് ഉണ്ടാവും, ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അതിനുശേഷം നിയമനമായിരിക്കും നടത്തുക. അതിനുശേഷം 1 വർഷത്തേക്കുള്ള പരിശീലനവും ലഭിക്കും. ആ പരിശീലനത്തിനും ശേഷമാണ് സർവീസിന്റെ ഭാഗമാകാനായിട്ട് കഴിയുക. ഓക്കെ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. ഏതാണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിന്റെ ആദ്യ വർഷത്തിൽ 2021 ഡിസംബറിൽ ആദ്യ ബാച്ച് എന്ത് ചെയ്തു, സർവീസിലേക്ക് പ്രവേശിച്ചു എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയായിരുന്നു കൊടുത്തത്? ഓരോ വകുപ്പിലെയും രണ്ടാം ഗസറ്റഡ് തസ്തികയുടെ 10% എടുത്താണ് കഴിഞ്ഞ തവണ KS ഒഴിവുകൾ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകെ സൃഷ്ടിച്ച 110 ഒഴിവുകളിലേക്കായിട്ട് 105 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒരാൾ സിവിൽ സർവീസിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു വാർത്തയിൽ നിന്നുള്ള വിവരം. അപ്പൊ രണ്ടാമതൊരു നോട്ടിഫിക്കേഷൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നവരാണ്, നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, വരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ഇതിന്റെ ഒരു എക്സാമിനേഷൻ പ്രോസസ്സിലേക്ക് നമുക്കൊന്ന് പോയാൽ, സ്ട്രീം 1, 2, 3 ഇങ്ങനെ 3 സ്ട്രീമുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരിക. കഴിഞ്ഞ തവണ 2019 186, 187, 188 അങ്ങനെ 3 സ്ട്രീമുകളിലേക്ക് കാറ്റഗറികളായിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ സ്ട്രീം 1 എല്ലാവർക്കും എഴുതാൻ കഴിയുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സ്ട്രീം 2 എന്ന് പറയുന്നത് എന്താണ്? full members or approved probationaries in any government departments. അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊബേഷണറീസ് ഉണ്ടെങ്കിൽ അവർക്കാണ്, ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കാണ് സ്ട്രീം 2ലേക്ക് എഴുതാനായിട്ട് കഴിയുക. ദെൻ സ്ട്രീം 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റ് ആയിട്ട് വരുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫ്രം എമോങ് കാൻഡിഡേറ്റ്സ് ഹോൾഡിംഗ് ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റിംഗ്. അങ്ങനെയാണ് 3 കാറ്റഗറീസ്, 3 സ്ട്രീമുകൾ വരിക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 3 സ്ട്രീമുകളിലേക്കാണ് വിളിക്കുക. ഇതിന്റെ എക്സാമിനേഷൻ നോക്കിയാലോ, ഒരു പ്രിലിമിനറി എക്സാമും കാണും, ഒരു മെയിൻസ് എക്സാമിനേഷനും കാണും. പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിൽ മാർക്ക് നോക്കിയാൽ 100 മാർക്കിന്റെ ഓബ്ജക്റ്റീവ് ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതിലെ പേപ്പർ 1 എന്ന് പറയുന്നത് 90 മിനിറ്റിന്റെ എക്സാം ആയിരിക്കും. 90 മിനിറ്റിന്റെ എക്സാം ആയിരിക്കും പേപ്പർ 1, ജനറൽ സ്റ്റഡീസ്, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ദെൻ അതിനുശേഷം പേപ്പർ 2 നോക്കിയാൽ പേപ്പർ 2നെ പ്രധാനമായിട്ടും 2 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ജനറൽ സ്റ്റഡീസിൽ നിന്ന് തന്നെയാണ് വരിക. ദെൻ അതിനുശേഷം അടുത്ത ഒരു 30 മാർക്ക് MCQ ക്വസ്റ്റ്യൻ തന്നെയാണ്. മലയാളം, തമിഴ്, കന്നഡ, മോസ്റ്റ് പ്രോബബിളി മലയാളം ലാംഗ്വേജിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ്. മലയാളത്തിൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി അളക്കുന്ന ഒരു ടെസ്റ്റ് 30 മാർക്ക്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി അളക്കുന്നതിനുള്ള 20 മാർക്ക്. അങ്ങനെ ഒരു 100 മാർക്കും അതിനും ഒരു 90 മാർക്കുണ്ട്. അങ്ങനെ 200 മാർക്കിന്റെ ഒരു എക്സാം പ്രിലിമിനറി സ്റ്റേജിൽ ഉണ്ടാകും. അപ്പൊ 100 മാർക്ക് ജനറൽ സ്റ്റഡീസ് ഫുള്ളി. ദെൻ അടുത്ത പേപ്പർ 2ലേക്ക് വരുമ്പോൾ ജനറൽ സ്റ്റഡീസിന് 50 മാർക്ക്, 30 മാർക്ക് മലയാളം, ദെൻ അതേപോലെ തന്നെ 20 മാർക്ക് ഇംഗ്ലീഷ്. അങ്ങനെയാണ് വരിക. ദെൻ മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോഴോ അവിടെ 100 മാർക്കിന്റെ 3 പേപ്പറുകളാണുള്ളത്. 100, 100, 100 വെച്ച് ആകെ 300 മാർക്ക്. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. KSന്റെ മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്. നമുക്ക് LST ഒക്കെ ആണെങ്കിൽ അത് ഓബ്ജക്റ്റീവ് തന്നെ ആയിരുന്നു. എന്നാൽ ഇവിടെ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള എക്സാമിനേഷൻ ആണ്. അവിടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പേപ്പർ 1, 2, 3 ആ 3 പേപ്പറുകൾക്കും 2 അവർ വെച്ച് ആകെ 6 മണിക്കൂറാണ് വരിക. 2 മണിക്കൂർ 2 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ആകെ 6 മണിക്കൂറാണ് എക്സാമിനേഷൻ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന് വേണ്ടി ലഭിക്കുക. ക്ലിയർ ആണല്ലോ. ദെൻ ഇതിന് ശേഷം 50 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂവും കൂടി ഉണ്ടായിരിക്കും. പക്കയാണ്, സെറ്റാണ്. ഇനി കഴിഞ്ഞ KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ എന്ന് പറയുന്ന ആ ഒരു ട്രെയിനി പോസ്റ്റിലേക്ക് നമുക്കറിയാം 8/10/2021 ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക. ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം സ്ട്രീം 1ലേക്ക് 37, സ്ട്രീം 2ലേക്ക് 35, സ്ട്രീം 3യിലേക്കാണെങ്കിൽ 36. അപ്പൊ ഇത്രയുമാണ് ആ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സമയമാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ അടുത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം പ്രിപ്പറേഷൻസ് ഒക്കെ ആ ഒരു രീതിയിൽ കൊണ്ടുപോവുക. മറ്റൊരു വാർത്തയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും താങ്ക് യു.